സുധി, സച്ചി, രേവതി എല്ലാം കൂടി നമ്മുടെ ശ്രുതിയെ അന്വേഷിച്ച് വരുന്ന വഴിക്കാണ് നമ്മുടെ ശ്രുതിയുടെ കുഞ്ഞിനെ കണ്ടത്. അപ്പോൾ ശ്രുതിയുടെ കുഞ്ഞിനെ കണ്ടപ്പോൾ തന്നെ നമ്മുടെ സച്ചിയും രേവതിയും ഒക്കെ കൂടി അവനെ എടുത്ത് അവനെയും കൂടി വണ്ടിയിൽ കൂട്ടിയിട്ട് ഇതങ്ങനെ നമ്മുടെ ശ്രുതിയുടെ വീട്ടിലേക്ക് എത്തി. അപ്പോൾ ശ്രുതിയുടെ വീടാണെന്ന് നമ്മുടെ സച്ചിക്കും രേവതിക്കും ശ്രുതിക്കും ഒന്നും അറിയില്ല കേട്ടോ. ആ കുഞ്ഞിൻ്റെ അമ്മൂമ്മയുടെയും വീടാണെന്ന് കരുതിയിട്ട് അവരവിടെ വന്നു. എടാ കണ്ണട ശ്രുതി, നിനക്ക് ഇവിടെ വന്നിട്ടൊന്നും ഒരു കാര്യമില്ലടാ, നിൻ്റെ ശ്രുതി ഇവിടെ ഇല്ല, നീ പോയ മലേഷ്യയിലെങ്ങനെ അന്വേഷിക്കുമെന്ന് പറഞ്ഞ് ആവോളം കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ശ്രുതിയെ നമ്മുടെ സച്ചി കേട്ടോ. അപ്പോൾ സച്ചിക്ക് ഭയങ്കര കളിയാക്കൽ ഓവറായി വരുന്ന, ശ്രുതിക്കാണെങ്കിൽ ഇതൊന്നും സഹിക്കാൻ പറ്റുന്നില്ല. ശ്രുതി പോയ വിഷമത്തിൽ അവിടെ ഇരുന്ന് കരയാണ്. എനിക്ക് എങ്ങനെയെങ്കിലും ശ്രുതിയെ വേണം, ഞാൻ ശ്രുതിയോട് മാപ്പ് ചോദിക്കാൻ തയ്യാറാണ്. അപ്പോൾ ഇതൊക്കെ പിറകുന്ന് ഒളിച്ചിരുന്ന് കേൾക്കുന്നുണ്ട് നമ്മുടെ ശ്രുതി കേട്ടോ. ശ്രുതിക്ക് പുറത്ത് വരാൻ പറ്റില്ലല്ലോ, അവളൊരു മലേഷ്യക്കാരിയാണെന്നല്ലേ വീട്ടിലും ഒക്കെ പറഞ്ഞ് കല്യാണം കഴിച്ചത്. അപ്പോൾ നമ്മുടെ ശ്രുതിയുടെ വിഷമം കണ്ടപ്പോൾ സച്ചിക്കും കുറച്ച് സങ്കടമൊക്കെ വന്നു കേട്ടോ. ശ്രുതിയുടെ വീട്ടിൽ നിന്ന് നമ്മുടെ ശ്രുതി ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അമ്മയ്ക്കും സങ്കടം വന്നു, എല്ലാവർക്കും സങ്കടം വന്നു. അപ്പോൾ ഈ ഒരു സങ്കടം കണ്ടുനിന്ന് നമ്മുടെ ശ്രുതിയുടെ മോന് നല്ല രീതിക്ക് സങ്കടം വന്നിട്ട് നമ്മുടെ ശ്രുതിയുടെ അടുത്തേക്ക് പോയിട്ട് ആ ഒരു കണ്ണുകൾ തുടച്ച് മാറ്റാനൊക്കെ തയ്യാറായി നിൽക്കുന്നത് ആ കുഞ്ഞു മോൻ കേട്ടോ. അപ്പോൾ കണ്ടോ, നിങ്ങൾ വീഡിയോയിൽ കാണണം, നല്ലൊരു എപ്പിസോഡാണ്. ശ്രുതിയെ കാണുമ്പോൾ തന്നെ പെട്ടെന്നൊരു പാവം തോന്നുന്നു. ഇത്രയും നാൾ ചെയ്ത ഒരു ക്രൂര പ്രവൃത്തിയൊക്കെ മറന്നു പോകുന്ന പോലെ പ്രേക്ഷകരായ നമുക്ക് തോന്നും കേട്ടോ. അപ്പോൾ ഇതായൊരു കുഞ്ഞ് വന്നിട്ട് ഇതാ കണ്ണുനീര് തുടച്ചു കൊടുക്കുക, തൻ്റെ അമ്മയുടെ ഭർത്താവാണെന്ന് അറിയാതെ ഇങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് ശ്രുതിയുടെ മോനാണെന്ന് ശ്രുതിക്കും അറിയില്ല. അപ്പോൾ ശ്രുതിയേക്കാൾ വലിയൊരു കള്ളം പറഞ്ഞിരിക്കുകയാണ് നമ്മുടെ ശ്രുതി. അപ്പോൾ എപ്പിസോഡ് എന്തായാലും അടിപൊളിയായിരിക്കും. ശ്രുതി എല്ലാം പിറകുന്നിങ്ങനെ കേൾക്കുന്നു. അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് മാനസാന്തരപ്പെട്ട് ഇനിയിപ്പോൾ വീട്ടിലേക്ക് തിരിച്ചു പോകാനായിരിക്കും തീരുമാനം. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക. ബൈ ബൈ.